പ്രൈമറി സെക്കൻഡറി സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഫൈനൽ സ്റ്റേജിലാ അപ്പു. ഡോക്ടർ, എങ്ങനെ എന്റെ അപ്പുവിനെ ഒന്ന് രക്ഷിക്കണം? ഇനി ഏക മാർഗം എന്ന് പറയുന്നത് സർജറിയാ. സർജറി എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓപ്പൺ ചെയ്തുള്ള സർജറി. അപ്പുവിന്റെ ഈ സിറ്റുവേഷനിൽ കീഹോൾ സർജറി കൂടുതൽ റിസ്കാ. ഓപ്പറേഷൻ ഉടനെ വേണ്ടിവരും. എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. പിന്നെ ഈ ഓപ്പറേഷന്റെ റിസ്ക് ഫാക്ടർ കൂടി പറയാം. ഓപ്പറേഷൻ നടത്തി അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് ഉള്ളൂ. അതായത് ഓപ്പറേഷൻ നടന്നാൽ അപ്പു രക്ഷപ്പെടാൻ 30% മാത്രമേ ചാൻസ് ഉള്ളൂ. വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. ഓപ്പറേഷൻ വേണോ വേണ്ടയോ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഡോക്ടറെ, ഓപ്പറേഷൻ നടന്ന എന്റെ കുഞ്ഞ് രക്ഷപ്പെടാൻ 30% ചാൻസേ ഉള്ളൂ. അതെ അതെ അതെ. പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ കുഞ്ഞിനെ മരുന്നുകൊണ്ട് സുഖപ്പെടുത്താൻ പറ്റുമോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. രോഗത്തിന്റെ ഫൈനൽ സ്റ്റേജിലാണ് രോഗി. ഉടൻ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ കൂടിയാൽ 2 മാസം. അതിനപ്പുറം അപ്പു ജീവിച്ചിരിക്കില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷനാ ഇതെന്ന്. പക്ഷെ നിങ്ങൾ അതിന്റെ റിയാലിറ്റി ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാം. തീരുമാനം എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കാ. ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് എങ്കിലും ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ, അത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. എന്തായാലും ഓപ്പറേഷൻ നടക്കട്ടെ. രണ്ടു മാസം കൂടി എന്റെ അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടായ പോരാ. ജീവിതകാലം മുഴുവനും അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്റെ അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ നടക്കട്ടെ. എന്റെ കൃഷ്ണനൊപ്പമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. അച്ഛാ, കണ്ണൻ എന്റെ അപ്പുവിനെ കൈവിടില്ല അച്ഛാ. കൈവിടില്ല ഡോക്ടർ, ഞങ്ങൾക്ക് വിശ്വാസ. ഓപ്പറേഷൻ നടക്കട്ടെ. എന്റെ കണ്ണൻ അപ്പുവിനെ കൈവിടില്ല. ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം കെടുത്തില്ല. ഓപ്പറേഷൻ നടക്കട്ടെ ഡോക്ടർ. ഓക്കെ, കോൺഫിഡൻസ് നല്ലതാ. അപ്പോ ഓക്കെ, നാളെ ഫുൾ ചെക്കപ്പ് നടത്താം. മറ്റന്നാ ഓപ്പറേഷൻ. എന്താ? ശരി ഡോക്ടർ. മറ്റന്നാ മോർണിംഗ് 10 o'clock അപ്പുവിന്റെ ഓപ്പറേഷൻ നടക്കും. അച്ഛാ,